ഹൂ വിൽ ക്രൈ വെൻ യു ഡൈ രാവിലെ ഒരു സുഹൃത്ത് എനിക്ക് അയച്ചു തന്ന ഒരു വാചകമാണ്. എന്നിട്ട് അദ്ദേഹം അതിനോടൊപ്പം തന്നെ എഴുതി, ഇത്തരം വാക്കുകൾ അങ്ങയ്ക്ക് സംസാരിക്കുമ്പോൾ എവിടെയെങ്കിലും ഉപകാരപ്പെടുമെന്നോർത്താണ് അയക്കുന്നത്. പ്രാധാന്യമില്ലെങ്കിൽ വിട്ടുകളഞ്ഞേക്കുക, ക്ഷമിക്കുക എന്നാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ അങ്ങനെ വിട്ടുകളയാവുന്ന ഒരു വാചകമല്ലത്. മരണാനന്തരം ഖബറിൻ്റെ ഭാഗത്തിരുന്ന് അല്ലെങ്കിൽ സംസ്കാര ചടങ്ങിൻ്റെ വേളയിൽ അവിടെ ഇരുന്ന് ചിന്തിക്കാവുന്ന പദവുമല്ലത്. നാം യാത്രയാകുമ്പോൾ ആര് കരയും? ആ കരച്ചിൽ കേവലമായ പ്രകടനപരതയുടെ കരച്ചിലല്ല. ആ കരച്ചിൽ ഏതെങ്കിലും ആൾ മരണപ്പെടുമ്പോൾ അവരുടെ മക്കളോ മറ്റുള്ളവരോ വളരെ ഉത്ബുദ്ധരും ശക്തരും പ്രധാനികളും അധികാരികളും ഒക്കെയാണെങ്കിൽ അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ആരെങ്കിലും കരയുന്ന കരച്ചിലുമല്ല. മറിച്ച് നമുക്ക് ലഭിച്ച ജീവിതമാകുന്ന ഒരു ചെറിയ യാത്രക്കിടയിൽ എത്ര മനുഷ്യരാണ് നാം യാത്രയാകുമ്പോൾ ഹൃദയം കൊണ്ട് ഒരു ഉപകാരിയായ മനുഷ്യൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സഹായം ചെയ്ത മനുഷ്യൻ, അല്ലെങ്കിൽ നമ്മളെ ഓർത്ത മനുഷ്യൻ, അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടി നീതിക്ക് വേണ്ടി എവിടെയെങ്കിലും ശബ്ദിക്കുകയോ പ്രവർത്തിക്കുകയോ ഇടപെടുകയോ ചെയ്തിട്ടുള്ള മനുഷ്യൻ, അങ്ങനെ ഒരാൾ പോയല്ലോ എന്ന് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും വളരെ സങ്കടപൂർവ്വം കരയുന്ന ഒരു കരച്ചിലുണ്ടല്ലോ. ആ കരച്ചിൽ അലറി വിളിക്കുന്ന 1000 പ്രാർത്ഥനയേക്കാൾ ഏറ്റവും പ്രയോജനകരമാണ്. അത് നമുക്ക് ലഭിക്കേണ്ടത് ജീവിച്ചിരിക്കുമ്പോൾ നാം ചെയ്യുന്ന പ്രവൃത്തികളിലൂടെയാണ്, നാം ചെയ്യുന്ന നന്മകളിലൂടെയാണ്, നാം ചെയ്യുന്ന ഉപകാരങ്ങളിലൂടെയാണ്. ചിലരെങ്കിലും മരിച്ചെന്ന് കേൾക്കുമ്പോൾ ആശ്വാസം കൊള്ളുന്ന, അല്ലെങ്കിൽ അവനങ്ങ് പോയല്ലോ എന്നോർക്കുന്ന ചിന്തകൾക്കപ്പുറത്ത് അയാളുണ്ടായിരുന്നെങ്കിൽ, ഇപ്പോഴുണ്ടായിരുന്നെങ്കിൽ എന്നെങ്കിലുമൊക്കെ ചിന്തിക്കാൻ കഴിയുന്ന ഇടപെടലുകളുടെ സങ്കട കണ്ണീരിന് അഗ്നിയേക്കാൾ വലിയ കരുത്തും വലിയ സ്വീകാര്യതയുമുണ്ട് എന്നതാണ് സത്യം. മരണാനന്തരം അല്ലെങ്കിൽ മരണവേളയിൽ അവിടുന്ന് അങ്ങോട്ട് ആരംഭിക്കുന്ന ജീവിതത്തിലൊക്കെയും ഇത്തരം കർമ്മങ്ങളുടെയും പ്രവൃത്തികളുടെയും തുടർച്ചയാണെന്നതാണ് ഒരു സത്യം. എവിടെയെങ്കിലുമൊക്കെ മരണപ്പെട്ട് കഴിഞ്ഞ് വലിയ മീസാൻ കല്ലിൽ നീളത്തിൽ പേരെഴുതി വെക്കുമ്പോൾ ഒരുപക്ഷെ ഒപ്പം ജീവിച്ചിരുന്നവരോ ആ കാലഘട്ടത്തിൽ കഴിഞ്ഞിരുന്നവരോ അതിൻ്റെ ഓരത്തുകൂടി നടന്ന് പള്ളിയിലേക്ക് പോകുമ്പോൾ ആ പേര് വായിക്കുന്ന നിമിഷം ആരോടും പറയാത്തൊരു ചിന്ത വായിക്കുന്നവരുടെ മനസ്സിലുണ്ടാവും. ആ ചിന്ത ഉപകാരങ്ങളുടെയും നന്മയുടെയും ഈ പറഞ്ഞതുപോലെ ഉള്ളിൽ നിറയുന്ന എന്തെങ്കിലും സങ്കടങ്ങളുടെയും ചിന്തയാണെങ്കിൽ അത്തരം ജീവിതങ്ങളാണ് ധന്യമായ ജീവിതങ്ങൾ. അതിനു പകരം അത് വായിക്കുമ്പോൾ ജീവിതകാലത്ത് ചെയ്തു വെച്ചിട്ട് പോയ കെടുതികളുടെയും ക്രൂരതകളുടെയും പിടിച്ചുപറികളുടെയും ദ്രോഹങ്ങളുടെയും കൊള്ളത്തരങ്ങളുടെയും കള്ളങ്ങളുടെയും ഒക്കെ കൂമ്പാരമാണെങ്കിൽ ആ മീസാൻ കല്ല് യഥാർത്ഥത്തിൽ ഒരു പരീക്ഷണവും ശാപവുമാണ്. കാരണം വായിക്കുന്നവരുടെ മനസ്സിലൊക്കെയും ഉണ്ടാകുന്നത്, ഉള്ളിലുയരുന്നത് ആശ്വാസത്തിൻ്റെയോ അല്ലെങ്കിൽ ആഹ്ലാദത്തിൻ്റെയോ അല്ലെങ്കിൽ അവനങ്ങ് പോയല്ലോ എന്ന ചിന്തയുമായിരിക്കും എന്നുള്ള കാര്യം മറന്നു പോകരുത്. അതുകൊണ്ട് നമ്മളൊക്കെയും ജീവിച്ചിരിക്കുന്ന വേളയിൽ ബാലൻസുകൾ ഒരുക്കാറുണ്ടല്ലോ. മക്കൾക്ക് വേണ്ടി ഇത്ര, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പെൺമക്കളാണെങ്കിൽ അവർക്ക് ബാങ്കിൽ ഇത്ര, അവർക്ക് കൊടുക്കാൻ പുരയിടം ഇത്ര, ടൗണിൽ വാങ്ങിച്ചത് മറ്റവൾക്ക്, ഇവിടെ വാങ്ങിച്ചത് മറ്റവന്, ഇനി വാങ്ങാനിരിക്കുന്നത് ഇളയവനെന്നൊക്കെ കണക്ക് കൂട്ടുമ്പോൾ ഈ ചോദ്യം ഹൃദയത്തിൽ പ്രസക്തമായി ഉയരണം. ഞാൻ മരിക്കുമ്പോൾ ആരാണ് കരയാനുണ്ടാവുക? ആ കരയൽ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അലമുറയിടുന്ന കരച്ചിലുകൾക്കപ്പുറത്ത് പ്രാർത്ഥനാപൂർവം സങ്കടത്തോടെ ഉള്ളിൽ പെയ്തിറങ്ങുന്ന കണ്ണീർ മഴയുടെ പേരായിരിക്കണം ആ കരച്ചിൽ. നമ്മൾ മരിക്കുമ്പോൾ ഏത് ക്രൂരത കാണിച്ചവൻ്റെയും, ചിലപ്പോൾ മക്കൾ, ഭാര്യ, അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ, ഇതിൻ്റെ പങ്കുപറ്റിയവരൊക്കെ കരഞ്ഞേക്കാം. അത് സ്വാഭാവികമാണ്. പക്ഷേ അതിനപ്പുറത്തും നമ്മുടെ അനുഭവങ്ങളിലൂടെ ചുറ്റുപാടുകളിൽ നാം സാക്ഷ്യപ്പെടുത്തുന്ന ഒരുപാട് മനുഷ്യജീവിതങ്ങളുണ്ട്. അവരുമൊക്കെ നമ്മുടെ വ്യവഹാരങ്ങളുടെ, നമ്മുടെ ഇടപെടലുകളുടെ, നമ്മുടെ ചിന്തകളുടെ ഭാഗമാകണം. നമ്മുടെ കണക്ക് പുസ്തകത്തിൽ എനിക്കും എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മക്കൾക്കും എന്ന് പറയുന്ന 1, 2, 3 പേജുകൾക്കപ്പുറത്ത് ഉപകാരപ്രദമായ മനുഷ്യർക്ക് വേണ്ടി, ചുറ്റുപാടുകളിലുള്ള അശരണരും ആലംബഹീനരുമായ മനുഷ്യർക്ക് വേണ്ടി നാം എന്തു ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച് കൂടി ആലോചിക്കണം. മറ്റൊരു കരച്ചിൽ കൂടിയുണ്ട്. ജീവനില്ലാത്ത എന്ന് നാം വിശ്വസിക്കുന്ന ചില സസ്യങ്ങളും മൃഗങ്ങളും ഒക്കെ കരയുന്നൊരു സങ്കടക്കരച്ചിൽ കൂടിയുണ്ട്. നാം മരിക്കുന്ന വേളയിൽ നാം സ്ഥിരമായി വെള്ളമൊഴിക്കുന്ന ഒരു വൃക്ഷം, നാം നട്ടുവളർത്തിയ ഒരു വൃക്ഷം, അല്ലെങ്കിൽ
നാം എന്നും തീറ്റി കൊടുക്കുന്ന ഒരു നാൽക്കാലി, അതുപോലെയുള്ള മൃഗങ്ങളും ഈ പറഞ്ഞ ആളിൻ്റെ അന്ത്യയാത്രയിൽ എനിക്കിത് തരുന്നവൻ പോയല്ലോ എന്നോർത്ത് പച്ചമരങ്ങൾ പോലും കരയുന്ന അത്തരമൊരു വികാരങ്ങളുടെ ചിന്തകൾ കൂടി ഈ കരച്ചിലുണ്ടാകണം. അതുകൊണ്ട് ജീവിത വ്യവഹാരങ്ങളുടെ കണക്ക് പുസ്തകത്തിൽ ഈ ഒരു ചോദ്യം കൂടി ഇരിക്കട്ടെ: ഹൂ വിൽ ക്രൈ വെൻ യു ഡൈ?